ദച്ചൂസ് സ്കൂളിൽ നിന്ന് വന്നപ്പോൾ നിനക്കൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കാർഡിന്റെ ചെയറിൽ പിടിച്ചിരുത്തിയേക്കുവാണേ. ഇപ്പോൾ അവളെ കാണിക്കാൻ പോകുന്ന സർപ്രൈസ് എനിക്കും അവൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ് കേട്ടോ. ഒരു കവർ നിറയെ ജാമ്പയ്ക്ക, അത് നല്ല ചുമന്ന് തുടുത്ത് നല്ല മധുരമുള്ള ജാമ്പയ്ക്കായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് കൊണ്ടുവന്നതാണേ. അപ്പോൾ ഹാസിഫ താങ്ക് യു. മാങ്ങ, കാരക്ക, നെല്ലിക്ക, ജാമ്പയ്ക്ക ഈ വക ഐറ്റംസ് എവിടെ കണ്ടാലും ഞങ്ങൾ വിടത്തില്ല കേട്ടോ. ദച്ചൂസിന്റെ ക്ഷമമായിട്ട് അങ്ങനെ ഇരിക്കുവാണ്. എപ്പോൾ വരും അമ്മ, എപ്പോൾ വരും, പെട്ടെന്ന് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുവാണേ. സംഭവം ആളെ ഇടക്കണ്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നേ. ആദ്യം വിചാരിച്ചത് പച്ചക്കറി എങ്ങാണ്ടോ കൊണ്ട് വെക്കുന്നതെന്നാണ്. ജാമ്പയ്ക്ക കണ്ടപ്പോൾ എൻ്റെ ദച്ചൂസിന്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടോ. ഇതുപോലെ തന്നെയായിരുന്നു ചെറുതിലെ ഞാനും. ഒരു രക്ഷയില്ല, എത്ര വേണമെങ്കിലും ഇങ്ങനെ ഒറ്റയടിക്കിരുന്ന് കഴിക്കും കേട്ടോ. ഉപ്പ് കൂട്ടി കഴിക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് വായുന്നതേ വെള്ളം വരുന്നുണ്ട്. ദച്ചൂസും അതുപോലെ തന്നെ പറഞ്ഞു, അമ്മ എനിക്ക് കുറച്ച് ഉപ്പിട്ട് തരാം. അങ്ങനെ ഒരു ചെറിയ ബൗളിൽ കുറച്ച് ജാമ്പയ്ക്ക എടുത്ത് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഞാനൊന്ന് ദച്ചൂസിന് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ ഞാൻ പോയി കഴിക്കട്ടെ എന്ന് പറഞ്ഞ് നേരെ ചേറിപ്പോയിരുന്നു കേട്ടോ. എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അടിപൊളിയാണ് അമ്മ, ഇനിയും എനിക്ക് വേണമെന്ന് പറഞ്ഞു. അതെവിടെ, എൻ്റെ അല്ലേ മോള്.